അലവി എന്ന പേര് ഇന്ന് നിലവിലുള്ള ഒരു ഭാഷാ നിഘണ്ടുവിലും നമുക്ക് ദർശിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു പദം നിലവിൽ ഇല്ല. എന്താണ് ഇതിന്റെ ഉത്ഭവം? ഈ വിശ്വാസികൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലെ അലി എന്ന് പറയുന്ന പദത്തിന് വക്രീകരിച്ചുകൊണ്ട് അലവി എന്ന് രൂപമാറ്റം നടത്തിയതാണ് അലവി എന്ന പേരിന്റെ ഉത്ഭവത്തിന് കാരണം. അങ്ങേയറ്റം വഴിപ്പഴച്ച ഷിഈ വിശ്വാസക്കാരിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പേര് തന്നെ അലവി ഷിയാക്കൾ എന്നാകുന്നു. ഈ പേര് സ്വീകരിച്ചവരൊക്കെ വളരെ മോശം മുസ്ലിമീങ്ങളാണ് എന്ന അടിസ്ഥാനത്തിലല്ല നാം ഇത് പറയുന്നത്. അതേസമയം യമനിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് കുടിയേറി പാർത്ത പല പണ്ഡിതന്മാരും അതുപോലെയുള്ള നേതാക്കന്മാരുടെയും പേരിന്റെ കൂടെ നമുക്ക് അലവി എന്ന് ദർശിക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രസിദ്ധനായ മമ്പറം അലവി തങ്ങൾ, അയാളുടെ പേര് അലവി എന്നാണ്. അത് മാത്രമല്ല, സമസ്തയുടെ സ്ഥാപക നേതാവിന്റെ പേര് അബ്ദുറഹ്മാൻ ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം പേര് സ്വീകരിച്ചതുകൊണ്ട് മാത്രം അവർ മോശക്കാരാണെന്ന് നമുക്ക് മുദ്രകുത്താൻ കഴിയില്ല. അതേസമയം ഈ അലവി ഷിയായിസം ഉൾക്കൊണ്ടുകൊണ്ട് ആ പേരിനോടുള്ള ഇഷ്ടത്തോടുകൂടിയാണ് അയാൾ ആ പേര് സ്വീകരിച്ചതെങ്കിൽ അയാളുടെ വിശ്വാസം നാം പരിശോധനക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. അത്തരം ആൾക്കാർ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിച്ച ഇസ്ലാമും കൃത്യമായ നിരീക്ഷണങ്ങൾക്കും പരിശോധനക്കും വിധേയമാക്കേണ്ടതാകുന്നു. കാരണം അത്തരം ആൾക്കാരുടെ ഈ വിശ്വാസം മുസ്ലിം ലോകത്തേക്ക് കടത്തിവിടുന്നതിൽ ഇത്തരം വ്യക്തികൾ പല പ്രധാനപ്പെട്ട പങ്കും വഹിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.